ശത്രുവിനെ കീപ്പോട്ട് അടിക്കുമ്പോൾ തലമുട്ട് മുമ്പിൽ നീ ഒരിക്കലോട്ട് പൊങ്ങും എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ ശക്തിയാലല്ല, നിന്റെ ബലത്താലല്ല, സൈന്യത്താലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലേ ശത്രു വെച്ചിരിക്കുന്ന കനത്ത കണ്ണിന് അണികത്തിന് കല്ലാതി സ്വർഗം നാട്യ കണ്ണ് ചെയ്യണം. ഈ നിമിഷത്തിന് ഈ സമയത്ത് ശത്രുവിനോട് പക്ഷേ ചക്രാസ്തി കൂട്ടങ്ങൾ മാത്രം നിന്റെ കണ്ണിനുള്ളിൽ നിന്നെ കാണിക്കുന്നുണ്ടായിരിക്കും. ചക്രാസ്തി കൂട്ടങ്ങൾ ചത്തപോയി അത്യായി മാറി, അതിന് ചലനമില്ല, മാസമില്ല, എല്ലാം തന്നെ തീർന്നു പോയി. നിന്നെ ദൈവം സൃഷ്ടിച്ചു, എന്നെ അവൻ സൃഷ്ടിച്ചു. അവൻ എന്നെ സൃഷ്ടിച്ചപ്പോൾ അവൻ മണ്ണെടുത്തു ഒരു രൂപമുണ്ടാക്കി. അതിന് ജീവനില്ലായിരുന്നു. അവന്റെ ശുശ്രൂഷ നിർത്തിയില്ല, നിലവാരത്തിലേക്ക് ഉയർത്തി. എന്റെ പുസ്തകം പറയുന്നു അതിനുള്ളിൽ ജീവശ്വാസം ഊതി ആ ജീവൻ ആത്മാവായി മാറി. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കാണുന്നത് എന്റെ ദൈവം മരിച്ച ദൈവമല്ല, അവൻ ജീവിക്കുന്ന ദൈവമത്രേ. ഈ രാത്രി കാണുന്നത് എന്റെ ചത്തുകിടക്കുന്ന വാഗ്ദാനങ്ങളെ, എന്റെ ചത്തുകിടക്കുന്ന സ്വപ്നങ്ങളെ, എന്റെ ചത്തുകിടക്കുന്ന പ്രവചനങ്ങളെ, ഞാൻ കണ്ടോടി തല കുനിക്കത്തില്ല. ശത്രുവേ നിങ്ങൾ തല കുനിക്കത്തില്ല. ചത്താത്തി കൂട്ടങ്ങൾ ഞാൻ പ്രവചിക്കുന്നു. ഈ രാത്രി കാണുന്ന ഞാൻ പ്രവചിക്കുന്നു. മൗത്തത്തോട് നിന്റെ കണ്ണിന് ഒരു രൂപം കാണുന്ന ശത്രുവിന് മുമ്പിൽ ദൈവത്തെ കൽപ്പിച്ചപ്പോൾ കൂട്ടങ്ങള് വലിയൊരു സൈന്യമായി മാറിയെങ്കിൽ ഈ രാത്രി കാലം നീ പ്രവചിക്കുമ്പോൾ നിന്റെ വാഗ്ദാനങ്ങള്, നിന്റെ സ്വപ്നങ്ങള്, നിന്റെ പ്രവചനങ്ങള്, ദർശനങ്ങള് ഒരു വലിയ സൈന്യമായി മാറിക്കൊണ്ടേ ചെയ്യോ. ശത്രുവിന്റെ കണ്ണില് ഈ ശത്രാസ്തി കൂട്ടം മാത്രമല്ല, എല്ലാ ദൈവത്തിന്റെ കണ്ണിലോ നീ ഒരു വലിയ സൈന്യം.